എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2025 ഉണ്ടാകാൻ പോകുന്ന, അതായത് 2025 മാർച്ച് 29 മാറാൻ പോകുന്ന ശനി വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്താൻ പോകുന്നു എന്നുള്ളതാണ്. ശനി എന്ന് പറയുന്നത് ആത്മകാരകനും കർമ്മകാരകനുമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് ശനി നമുക്ക് തരുന്നത്. എന്നിരുന്നാലും 2025 ശനി സംക്രമത്തിൽ വൃശ്ചികം രാശിയുടെ 3ാമത്തെയും 4ാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ശനി അവരുടെ 5ാം ഭാവത്തിലേക്ക് നീങ്ങും. ഈ സ്ഥാനത്ത് നിന്ന് ശനി ഇവരുടെ 7, 11, 2 ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തും. ഇത് ഇവരുടെ പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ഇവരുടെ പ്രിയപ്പെട്ടവരോടുള്ള അടുപ്പം കൂടുകയും ചെയ്യും. അതായത് കുറേ നാളുകളായിട്ട് പ്രണയിച്ച് ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് സാധിക്കാൻ പോകുന്നൊരു കാലഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത്. ഒപ്പം കുറേ നാളുകളായിട്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക്, തടസ്സപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വിവാഹം, ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യാനുള്ള ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഇവരുടെ ബന്ധം മുതിർന്ന ആളുകളുമായിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ല രീതിയിൽ ദൃഢമാകും എന്നും പറയുന്നുണ്ട്. ശനി സംക്രമം 2025 ഇവരുടെ ആത്മാർത്ഥതയോടുകൂടി, അതായത് ഇവരുടെ എല്ലാ തരത്തിലുള്ള, അതായത് പ്രൊഫഷണൽ ജീവിതത്തിലും അതുപോലെയുള്ള എല്ലാ സാമൂഹികമായ ബന്ധങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നർത്ഥം. കൂടാതെ ഈ കാലയളവിൽ ഇവർക്ക് ജോലികൾ വിജയകരമായി മാറിയേക്കാം. അതായത് നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നവർക്കെല്ലാം നല്ലൊരു സമയമാണ് ഈ ശനിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത്. എന്നിരുന്നാലും ജൂലൈ മുതൽ നവംബറിനുമിടയിൽ ജോലിയിൽ മാറ്റം വരുത്തുന്നത് ഒഴിവാക്കേണ്ടതാണ്. ആ ഒരു ജൂലൈ മുതൽ നവംബർ മാസങ്ങൾ, ആ ഒരു സമയം വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ആ സമയം. കാരണം ഇത് തൊഴിൽ നടത്തിപ്പിന്, അല്ലെങ്കിൽ തൊഴിൽ നടത്തുന്നവർ, ബിസിനസ് ചെയ്യുന്നവർക്ക്, കൂടാതെ തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ ആ ഒരു ജോലിയിൽ ഒരു അസ്വസ്ഥതയും, അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയൊക്കെ വരുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ടെൻഷനൊന്നും വരാത്ത രീതിയിൽ ആ ഒരു സമയത്തെ നിങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരികയില്ല എന്നർത്ഥം. കൂടാതെ ഇവർക്ക് ചില ആശങ്കകളൊക്കെ ആ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, അതായത് വീട് വയ്ക്കണം, അല്ലെങ്കിൽ സ്ഥലം വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില ആശങ്കകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ ഉള്ള ആശങ്കകൾ വിട്ടൊഴിഞ്ഞ് പിന്നീട് നവംബർ മാസങ്ങൾക്ക് ശേഷം ആയിരിക്കും ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മാറ്റം വരുന്നത്. ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ നിക്ഷേപ തന്ത്രങ്ങൾ പര്യവേഷണം ചെയ്യുന്നതാണ്. കുറച്ച് നല്ല ബുദ്ധിപരമായിട്ട് നല്ല രീതിയിൽ നിക്ഷേപ തന്ത്രങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭകരമാകും. നിങ്ങൾ കുറേ നാളുകളായിട്ട് ഓഹരിയിൽ നിക്ഷേപിച്ചിട്ടുള്ള സംഖ്യകളൊക്കെ വളരെ രീതിയിൽ മുന്നോട്ട് പോയി നല്ല വളർച്ചയെത്തി നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നൊരു കാലഘട്ടമായിരിക്കും ഈ ശനിമാറ്റം മൂലം ഉണ്ടാകുന്നത്. സമ്പത്ത് സമ്പാദിക്കുന്നതിന് നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും കൂടുതൽ സാമ്പത്തിക വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ എത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അത് ചെറുകിട ബിസിനസ്സുകാരാണെങ്കിലും വൻകിട ബിസിനസ്സുകാരാണെങ്കിലും എത്ര രീതിയിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു അതിൻ്റെ ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നർത്ഥം. നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ശനിയാഴ്ചയും 8 തവണ ഹനുമാൻ ചാലിസ് ജപിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും ശനി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 8 തവണ ഹനുമാൻ ചാലിസ് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ നല്ല നല്ല കർമ്മങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ശനി അതനുസരിച്ചുള്ള ഫലം തരുന്നതാണ്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ട സഹായം നൽകുക, ഭിന്നശേഷിക്കാരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശനിക്ക് ഏറ്റവും പ്രിയം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശനിമാറ്റം നല്ലത് കൊണ്ടുവരും എന്നുള്ളതിൽ വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ശനിദേവനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക.